2020 PSC നടത്തിയ ജനുവരി മാസത്തിൽ നടത്തിയ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. സോ LD ക്ലർക്കിൻ്റെ SR4 ST ഒള്ളി വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ജനുവരി 10 നടത്തിയ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 003/2020 ഈ സെറ്റാണ് നോക്കുന്നത്. ഏത് നദിയിലാണ് കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ സി, കബനി. ഇപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഗൗരി ലക്ഷ്മിബായി ആണ്. ഗൗരി ലക്ഷ്മിബായി. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വ്യവസായത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദ്വിതീയ മേഖലയിലാണ്. ദ്വിതീയ മേഖല, വ്യവസായം ഉൾപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ ദ്വിതീയ മേഖല. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓപ്ഷൻ ഡി, ഉദ്യോഗസ്ഥ വൃന്ദം. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ആൻസർ ഓപ്ഷൻ എ, പാരീസ് ഉടമ്പടി. ഓപ്ഷൻ എ ആണ് ആൻസർ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ലോക്സഭാ സ്പീക്കർ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി, സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. ഭഗത് സിംഗിന്റെ സ്മാരകമാണ് ഭഗത് സിംഗ് ചൗക്ക്. ഈ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, ലാഹോർ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോർ. പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം എന്നാണ്. പശ്ചിമതീര സമതലത്തിന്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരമാണ്. പശ്ചിമതീരം മധ്യഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്, കൊങ്കൺ തീരം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നയൻകാര, അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടരുന്ന സാമ്രാജ്യം ഏതായിരുന്നു? നയൻകാര, അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം. ഓപ്ഷൻ സി ആണ്, വിജയനഗര സാമ്രാജ്യം. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഏതാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ചത് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം. ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ്? ഓപ്ഷൻ സി ആണ്, 2403 അടി. ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി 2403 അടിയാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം? താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ആൻസർ ലോക്പാൽ. ഓപ്ഷൻ ഡി ആണ്. എന്നാൽ ഇത് തന്നെ സംസ്ഥാന തലത്തിൽ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ ഓപ്ഷൻ സി, ലോകായുക്ത വരും. ലോകായുക്ത. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം ലോക്പാലും, സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ലോകായുക്തയും. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഏത് അവസ്ഥയിലാണ്? ആൻസർ ഓപ്ഷൻ എ, ഖരാവസ്ഥയിലാണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏതാണ്? പോക്സോ നിയമം
പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് കേരളത്തിൽ നിലവിൽ വന്ന വർഷം 2012. ഓർത്തു വെക്കുക, വീണ്ടും ചോദ്യം വരുന്നതാണ്. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് 2012. ഇന്ത്യയിൽ GST ബില്ല് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയത് ആസാം. GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏതാണ്? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ജാതിക്കുമ്മിയാണ്. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. 1921 നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ പേര്? ഓപ്ഷൻ എ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. തിരിച്ചും ചോദ്യം ഈയിടെ വന്നായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റ്? ആൻസർ ഓപ്ഷൻ സി സാർക്കോമിയർ ആണ്. സാർക്കോമിയർ. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകൾ സാർക്കോമിയർ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി തൈമോസിൻ ആണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു ഓപ്ഷൻ ഡി യൂറിക് ആസിഡ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കോൾ ലിനേയസ്. ശാസ്ത്രജ്ഞൻ കോൾ ലിനേയസ്. മസ്തിഷ്കത്തിലെയും സുഷ്മിനയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. അപ്പോൾ ഇതെല്ലാം SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. മസ്തിഷ്കത്തിലെയും സുഷ്മിനയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ ഒളിഗോഡെൻഡ്രോസൈറ്റ്. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത? ഇതും ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത യഥാർത്ഥവും തലതിരിഞ്ഞത്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലുപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഓപ്ഷൻ ഡി ഫെർമി. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫെർമി. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം. ഹൈഡ്രോളിക് പ്രസ് എന്നോർക്കുക. പ്രസിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏതാണ്? സൂര്യൻ, നക്ഷത്രങ്ങൾ. ഏതാണ് ആൻസർ വരുന്നത്? ഫ്യൂഷൻ പ്രവർത്തനമാണ്. ഫ്യൂഷനാണ് ആൻസർ വരുന്നത്. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഫ്യൂഷനാണ്. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് ആൻസർ ഹൈഡ്രജൻ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഹരിതഗൃഹവാതകങ്ങളാണ് മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹവാതകങ്ങൾ ഏതെന്ന് ചോദ്യം വരാറുണ്ട്. മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവ ഹരിതഗൃഹവാതകങ്ങളാണ്. ആൽഫാന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ആൽഫാന്യൂമറിക് ഡേറ്റ എൻട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. താഴെ തന്നിരിക്കുന്നവയിൽ താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി, ടെമ്പററി ആയി ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് റാൻഡം ആക്സസ് മെമ്മറിയിലാണ്. താൽക്കാലികമായി ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് റാൻഡം ആക്സസ് മെമ്മറി. ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണം ഏതാണ്? ഇന്റർനെറ്റ് ആണ് ഏറ്റവും വലിയ നെറ്റ്വർക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന്റെ ഒരു ഉദാഹരണമാണ് ഇന്റർനെറ്റ്. താഴെ പറയുന്നവയിൽ URLന്റെ പൂർണ്ണ രൂപം ഏതാണ്? URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URLന്റെ പൂർണ്ണ രൂപം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ചോദ്യം തന്നിരിക്കുന്നതിൽ ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ആണ്. ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കർ.
ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ളത് ആരെല്ലാം ഉൾപ്പെടുന്നു? ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ളതിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? സോ PSCയുടെ ആൻസർ കീ പ്രകാരം ലോക്സഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഓപ്ഷൻ ഡി ആണ് PSC ആൻസർ കീ ആയിട്ട് തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി 38 ആൻസർ ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ തൊട്ടു മുന്നത്തതിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുന്നത് ആരെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരുന്നത്? പ്രസിഡന്റിനെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. തെരഞ്ഞെടുക്കപ്പെട്ട എലക്റ്റഡ് മെമ്പേഴ്സ് ആണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നുള്ളത് ശ്രദ്ധിക്കണം. പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട എലക്റ്റഡ് മെമ്പേഴ്സ് ആണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അതായത് അതിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ്, പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നവർക്ക് പ്രസിഡന്റ് ഇലക്ഷനിൽ ഉൾപ്പെടുന്നില്ല, പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ. എന്നാൽ ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കീ അവർ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സെൻസസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? യൂണിയൻ ലിസ്റ്റ്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏഴാം ഭരണഘടനാ ഭേദഗതി, 7th അമെൻമെന്റ് ആക്ട്. സൈക്കോ എന്ന തൂലികാനാമം ഏത് എഴുത്തുകാരൻ്റെതാണ്? സൈക്കോ എന്ന തൂലികാനാമം ഇ മുഹമ്മദ് ആണ്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരമാണ്. 2019 നേടിയത് PV സിന്ധു ആണ്. PV സിന്ധു 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം PV സിന്ധു. ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചത്? ഇൻകുലാബിന്റെ മക്കൾ PJ ആന്റണി. ആൻസർ ഓപ്ഷൻ ഡി. ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം PJ ആന്റണി. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ് ആണ്. അപ്പോൾ അതൊക്കെ വീണ്ടും വേണമെങ്കിൽ ചോദ്യം വരാൻ. 2019 അല്ലേ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ന്യൂസിലൻഡ് ആണ്. ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോക്കി. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാണ് ദക്ഷിണാഫ്രിക്ക. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ദക്ഷിണാഫ്രിക്ക. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കവളപ്പാറ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. ഇപ്പോൾ 2020 ഉരുൾപൊട്ടൽ ഉണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടിമുടി ഇടുക്കി. ചോദ്യം വരാം. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ പെട്ടിമുടി എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി. എത്രാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? ആൻസർ ഓപ്ഷൻ സി 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2019 നടന്നത്. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന് നൽകിയ പേരെന്താണ്? ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി വിക്രമാണ്. ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിന്റെ പേര് വിക്രം. അടുത്തത് 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി. ആൻസർ ഓപ്ഷൻ ഡി കെ രാജു. വനം വകുപ്പ് മന്ത്രിയാണ് കെ രാജു. ഇപ്പോൾ 2020 ജനുവരി മാസത്തിൽ നടന്ന ചോദ്യങ്ങളിൽ ആദ്യത്തെ 50 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ 2020 നടന്ന അടുത്ത സെറ്റ് ചോദ്യവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.